പവിത്രം സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ദീപ്തി വേദയെ അനുകൂലിച്ചുകൊണ്ട് പറയുകയാണ്, ഒരു ഭാര്യയും ഭർത്താവ് ഇത്തരം കേസിൽ പെട്ടുപോയാൽ ഒരിക്കലും സഹിച്ചെന്ന് വരില്ല. അതുകൊണ്ട് വേദച്ച് ചെയ്തത് തന്നെയാണ് ശരി. ആ തെറ്റ് കണ്ടുപിടിച്ചല്ലോ, എന്തായാലും സത്യം തെളിഞ്ഞല്ലോ, അത് തന്നെ വലിയ കാര്യം. അങ്ങനെ പെട്ടെന്ന് ശങ്കരനാരായണൻ അവിടേക്ക് കയറി വരുമ്പോൾ മുത്തശ്ശി പറയുകയാണ്, ശങ്കര നീ അറിഞ്ഞില്ലേ, വിക്രമിന്റെ കാര്യം അറിഞ്ഞോ? അപ്പോൾ ശങ്കരൻ ഞാനെല്ലാം അറിഞ്ഞു. അപ്പോൾ പെട്ടെന്ന് മുത്തശ്ശി പറയുകയാണ്, പോലീസല്ല സത്യം കണ്ടുപിടിച്ചത്, നമ്മുടെ വേദമോള. അവൾക്ക് അവനിൽ അത്രയും വിശ്വാസം ഉണ്ടായതുകൊണ്ടല്ലേ ഈ കേസ് അവൾ ഒറ്റയ്ക്ക് തെളിയിച്ചത്. ഇത് ഒന്നും ഇടാതെ ശങ്കരൻ മുകളിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ശ്രീകാന്ത് പറയുകയാണ്, മുത്തശ്ശി അച്ഛൻ വന്ന ഉടനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ചതുകൊണ്ടാണ് അച്ഛൻ കയറിപ്പോയത്. അപ്പോൾ പെട്ടെന്ന് ശങ്കരൻ പറയുകയാണ്, ശ്രീകാന്തേ, അമ്മ പറഞ്ഞത് തന്നെയാണ് ശരി. വേദയ്ക്ക് വിക്രമിലുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ് അവള് ഇത് തെളിയിച്ചത്. എല്ലാം വെച്ച് ഒത്തുനോക്കുമ്പോൾ ഇതൊരു ഫാബ്രിക്കേറ്റഡ് കേസാണ്. വിക്രമിനെ കുടുക്കിയത് തന്നെയാണ്. ഇനി കുടുക്കിയത് ആരാണെന്നും വേദ കണ്ടുപിടിച്ചിരിക്കും. അതായിരിക്കും ഇനി അവളുടെ ലക്ഷ്യം. അതിനെല്ലാം കാരണം അവൾക്ക് വിക്രമിനെ വിശ്വാസമാണ്, അത്രയ്ക്ക് വിശ്വാസമാണ്. ഇത്രയും പറഞ്ഞിട്ട് ശങ്കരൻ മുകളിലേക്ക് കയറി പോകുന്നു. മുത്തശ്ശിക്ക് ഇത് കേൾക്കുമ്പോൾ സന്തോഷമാവുന്നുണ്ട്. അടുത്തതായിട്ട് കാണിക്കുന്നത് വിക്രമും വേദയും വീട്ടിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് വേദ ചായക്കട കണ്ടിട്ട് ഇവിടെ നിർത്ത്, അപ്പോൾ എനിക്കൊരു ചായ കുടിച്ചേ പറ്റൂ. അപ്പോൾ വിക്രം പറയാം, എനിക്ക് ഈ സമയത്ത് ചായ ഒന്നും വേണ്ട, നീ വരുന്നെങ്കിൽ വാ, എനിക്ക് പോകണോ എന്ന് പറയുമ്പോൾ വേദ പറയാം, എടോ മനുഷ്യ, നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലേ, ഈ ചായക്കടയില നിങ്ങളെ കേസിൽ കുടുങ്ങിയതിൻ്റെ ചർച്ചകളൊക്കെ 2 ദിവസമായിട്ട് നടക്കുന്നത്. അതുകൊണ്ട് ഒരു ചായ കുടിക്കാൻ കയറിയിട്ടെ ഇവരെ അടുത്ത് എല്ലാം സംസാരിച്ച് അന്തസ്സായിട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് തെളിയിച്ചിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ വിക്രമിന് സന്തോഷമാവുന്നുണ്ട്. വിക്രം വേദയെ തന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ വേദ പറയാം, ഒന്ന് കയറി വാ എൻ്റെ വെട്ടുപോത്തെ. അങ്ങനെ രണ്ടുപേരും ചായക്കടയിലേക്ക് കയറിയിട്ട്, ചേട്ടാ 2 ചായ, പിന്നെ വിക്രം വേറെ എന്തെങ്കിലും വേണോ, ഇതുകൂടെ എടുത്തോ എന്ന് പറഞ്ഞൊരു വാഴക്കാപ്പൊക്കെ എടുത്ത് വേദ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇരിക്കുന്നവർ ചോദിക്കുന്നുണ്ട്, ഞാൻ വിക്രം, ഞങ്ങളെല്ലാം അറിഞ്ഞു, ആ പെണ്ണ് ഇത്രക്കാരിയായിരുന്നോ? ഈ പെണ്ണ് ഒരുമ്പെട്ടാലെന്ന് കേട്ടിട്ടേ ഉള്ളൂ, എന്തായാലും ഇപ്പോൾ കണ്ടു. വേദവരെ ഒരു പെണ്ണും ആണ് തമ്മിലുള്ള പ്രശ്നമല്ല ഇതൊരു ക്രിമിനലിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ പെട്ടെന്ന് ചായക്കടക്കാരൻ ചായ കൊടുത്തിട്ട് പറയാം, വിക്രമിനെ പറ്റി ഇങ്ങനെയൊക്കെ കേട്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി. കുഞ്ഞുനാൾ മുതൽ വിക്രമിനെ കാണുന്നതല്ലേ, ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു വിക്രം ഒരു തെറ്റും ചെയ്യില്ലെന്ന്. അങ്ങനെ എല്ലാവരും ഓരോന്നൊക്കെ സംസാരിക്കുന്ന കാണുമ്പോൾ വിക്രമിനും വേദയ്ക്ക് സന്തോഷമാവുന്നുണ്ട്. പെട്ടെന്ന് ഒരാൾ പറയുകയാണ്, പിന്നെ ശ്രീനിവാസൻ സാറേ, വാർത്തയിൽ പറയുന്ന കേട്ടു, ഈ കുറ്റവാളിയെ ഉറപ്പായിട്ടും കണ്ടുപിടിച്ചിരിക്കുമെന്ന്. അപ്പോൾ വേദ എന്നിട്ട് സന്തോഷത്തോടെ നിൽക്കുന്ന കാണുമ്പോൾ വിക്രം ഇങ്ങനെ വേദയെ സന്തോഷത്തോടെ നോക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും സന്തോഷത്തോടെ ചായയൊക്കെ കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലെ മാഷും അമ്മയും എല്ലാവരും ചേർന്ന ന്യൂസ് കാണുകയാണ്. അതിൽ ശ്രീനിവാസൻ പറയുകയാണ്, യുവജന സെക്രട്ടറിയാണ് അപമാനപ്പെടുത്താൻ നോക്കിയിരിക്കുന്നത്. ഒരിക്കലും ഇതൊരു ചെറിയ ഗുണ്ടയുടെ അടിപിടി കേസായിരിക്കില്ല, ഇതിന് പിന്നിൽ ആരൊക്കെയുണ്ട് അത് തെളിയിച്ചിരിക്കും. യുവജന നേതാവിന്റെ രാഷ്ട്രീയ കരിയർ തന്നെ ഇല്ലാതാക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കുറ്റവാളിയെ കണ്ടുപിടിക്കുന്നത് വരെ ഞങ്ങൾ പോരാടുമെന്നൊക്കെ ശ്രീനിവാസൻ പറയുന്ന കേട്ടിട്ട് മാഷ് പെട്ടെന്ന് TV ഓഫ് ചെയ്തിരുന്നു. എന്നിട്ട് എല്ലാവരും മാഷിനെ തന്നെ നോക്കുകയാണ്. ഈ സമയം വിക്രവും വേദയും പുറത്തെ ഗേറ്റിൻ്റെ അടുത്തേക്ക് വരുന്നു. വിക്രം വണ്ടി അവിടെ നിർത്തിയിടുമ്പോൾ വേദ ചോദിക്കുക, എന്താ നിങ്ങൾ വീട് ആദ്യമായിട്ടാണോ കാണുന്നത്, അകത്തേക്ക് കയറുന്നില്ലേ? അപ്പോൾ വിക്രം പറയാം, അത് പിന്നെ അച്ഛനെ ഫേസ് ചെയ്യാനൊരു മടി. വേദ പറയാം, എന്തിനാ നിങ്ങൾ മടിക്കുന്നത്, നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഇപ്പോൾ പോലീസുകാർ തന്നെ ന്യൂസ് പുറത്തു വിട്ടില്ലേ, നിങ്ങളുടെ നിരപരാധിത്വം തെളിഞ്ഞില്ലേ, പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് വിഷമിക്കണം? സത്യം പറഞ്ഞാൽ നിങ്ങളുടെ അച്ഛനെ വെറുപ്പും ദേഷ്യവും ഒന്നുമില്ല നിങ്ങളോട്. ഈ സത്യം തെളിഞ്ഞതിൻ്റെ സന്തോഷമായിരിക്കും. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് അച്ഛൻ ആ സത്യം എല്ലാവരുടെയും മുന്നിൽ തെളിയിക്കണമായിരുന്നു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കാതെ നിങ്ങൾ അകത്തേക്ക് കയറി വന്നേ. എന്നിട്ട് വേദ അകത്തേക്ക് പോകുമ്പോൾ വിക്രം ചോദിക്കുക, അല്ല അതെ, ഒരു കാര്യം ചോദിക്കട്ടെ, നീ എല്ലാ സന്ദർഭങ്ങളിലും എന്നെ ഇങ്ങനെ രക്ഷപ്പെടുത്താൻ നോക്കുന്നത് എന്തുകൊണ്ടാ? അപ്പോൾ വേദ പറയുകയാണ്, അത് പിന്നെ ഇനിയുള്ള കാലം മുഴുവൻ നിങ്ങളുടെ തോളിൽ തന്നെയാണ് ഞാൻ തൂങ്ങാൻ പോകുന്നത്, അതുകൊണ്ടാ. എന്താ പോരെ? അപ്പോൾ വിക്രം ചിരിച്ചുകൊണ്ട് താങ്ക്സ് എന്നിങ്ങനെ പറയുമ്പോൾ വേദ ചോദിക്കുക, എന്താ പറഞ്ഞേ? അപ്പോൾ വിക്രം പറയാം, താങ്ക്സ് വേതാളം എന്നിങ്ങനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് അപ്പോൾ വേദ പറയാം, എങ്കിൽ പിന്നെ വെട്ടുപോത്ത് അകത്തേക്ക് കയറി വാ. അങ്ങനെ രണ്ടുപേരും സന്തോഷത്തോടെ അകത്തേക്ക് കയറി വരുമ്പോൾ ശബ്ദം കേട്ട് അമ്മ പുറത്തേക്ക് വന്നിട്ട്, മാഷേ ഇതേ നോക്ക് അവനെത്തി. എന്നിട്ട് സന്തോഷത്തോടെ വിക്രമിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട്, മോനെ എനിക്കറിയായിരുന്നു നീ തെറ്റൊന്നും ചെയ്യില്ലായിരുന്നു. എന്നിട്ട് വേദയോട് പറയുകയാണ്, നീ ഏത് സാഹചര്യത്തിലും അവനെ മനസ്സിലാക്കിയല്ലോ, ഇത്ര ഒരു കേസ് ഉണ്ടായപ്പോഴും നീ അവൻ്റെ കൂടെ തന്നെ നിന്ന് ഈ കേസ് മോള് തെളിയിച്ചല്ലോ, അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ രണ്ടുപേരും സുഖവും സന്തോഷത്തോടെ ഒരുപാട് നാൾ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്നൊക്കെ അമ്മ ഇങ്ങനെ അനുഗ്രഹിക്കുന്നുണ്ട്. എന്നിട്ട് വിക്രമിനോട് അകത്തേക്ക് കയറി വരാനായിട്ട് പറയുന്നു. ഈ സമയം മാഷ് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അപ്പോൾ വേദ പെട്ടെന്ന്, അച്ഛാ ദേ കണ്ടില്ലേ, വിക്രമിന്റെ നിരപരാധിത്വം തെളിയിച്ചിട്ടുണ്ട്,
ഈ വീട്ടിലെ എല്ലാവരും വിക്രം ഈ തെറ്റ് ചെയ്തെന്നും ഇനി ഈ വീട്ടിലേക്ക് തിരികെ വരില്ലെന്നും തന്നെയല്ലേ പ്രതീക്ഷിച്ചത്. പക്ഷേ അമ്മ ആ കൂട്ടത്തിൽ പെടില്ല. ഞാൻ ഉറപ്പിച്ച് വിക്രം ആ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞതിന് ഒരേ ഒരു കാരണം അത് സുധാകരൻ മാഷിന്റെ മകനായതുകൂടി കൊണ്ടാണ്. എൻ്റെ ഭർത്താവിൽ എനിക്കുള്ള വിശ്വാസവും സുധാകരൻ മാഷ് വളർത്തിയ ഗുണവും കൊണ്ടാണ് ഞാൻ 100% വിക്രമിനെ വിശ്വസിച്ചത്. പക്ഷേ അച്ഛനും അമ്മയും പറഞ്ഞു കൊടുത്ത വളർത്തിയ ഈ മകൻ ഈ തെറ്റ് ചെയ്യുമെന്ന് അച്ഛൻ ഒരിക്കലും അവിശ്വസിക്കാൻ പാടില്ലായിരുന്നു. എന്തായാലും വിക്രമിന്റെ നിരപരാധിത്വം തെളിയിച്ചല്ലോ, ഇനി അകത്തേക്ക് പോകാലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അകത്തേക്ക് കയറി പോകുമ്പോൾ പെട്ടെന്ന് മാഷ് വേദേ, കുട്ടി ഇത്രയും കാലം കൊണ്ട് അവനെ മനസ്സിലാക്കിയിട്ടുണ്ടാവാം. ആ മനസ്സിലാക്കിയത് കാരണം അവന്റെ തെറ്റും തെളിയിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് അവൻ ഒരിക്കലും നന്നായെന്ന് ഞാൻ വിശ്വസിക്കില്ല. ഒരിക്കലും ഞാനത് വിശ്വസിക്കാനും പോകുന്നില്ല. നല്ലൊരു ജീവിതം ഇല്ലാതാക്കിയിട്ട് വെട്ടിനും കുത്തിനൊക്കെ ഇറങ്ങി തിരിച്ചവനാ ഇവൻ ഒരിക്കലും നേരെ ആവുമെന്ന് എനിക്ക് ഉറപ്പില്ല. പിന്നെ ഞാൻ ഇവനെ അവിശ്വസിച്ചെന്ന് പറഞ്ഞില്ലേ, ഈ നാട്ടുകാർ മുഴുവനും അവനെ അവിശ്വസിച്ചു. കാരണം എന്താ, ഈ നാട്ടിൽ വേറൊരുത്തനെയാണ് ഈ കേസിൽ പിടിച്ചതെങ്കിൽ ആരും വിശ്വസിക്കില്ലായിരുന്നു. പക്ഷെ ഇവൻ ആ കേസിൽ കുടുങ്ങിയപ്പോൾ ഈ നാട്ടുകാർ ഒരു നിമിഷമെങ്കിലും ഇവനെ അവിശ്വസിച്ചു. കാരണം എന്താ, ഇവനെ ഈ പണിക്ക് നടക്കുന്നത് കൊണ്ട് മാത്രമാണ്. എന്തായാലും ഇവൻ നന്നാവുമെന്നോ ഈ നാട്ടുകാരൊക്കെ ഇവനെ വിശ്വസിച്ചിട്ടുണ്ടെന്നോ എനിക്ക് ഉറപ്പില്ല. ഇത്രയും പറഞ്ഞിട്ട് മാഷ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഒരു തൂമ്പ എടുത്തുകൊണ്ട് പറമ്പിൽ പോയി കിളക്കുകയാണ്. എന്നിട്ട് കരയണോ നിലവിളിക്കണോ എന്നറിയാത്തൊരു മാനസിക വിഷമത്തിൽ നിൽക്കുകയാണ് മാഷ്. അടുത്തതായിട്ട് കാണിക്കുന്നത് വിക്രം റൂമിൽ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കുമ്പോൾ വേദ ചായ ആയിട്ട് ചെന്നിട്ട് ദാ ഈ ചായ കുടിക്ക്, ഇനി വേണ്ടെങ്കിലേ ഇത് വാങ്ങിച്ച് എറിയാനൊന്നും നോക്കണ്ട, ഇത്ര ഒരു ക്ലീശ പറഞ്ഞതേ ഉള്ളൂ. എന്നിട്ട് രണ്ടുപേരും പരസ്പരം നോക്കി ചിരിക്കുകയാണ്. വിക്രം ചിരിയോടെയാണ് ചായ വാങ്ങുന്നത്. അപ്പോൾ ചായ വാങ്ങി കുടിക്കുന്ന കണ്ടിട്ട് വേദ ശരി ഞാൻ പോവാ, എനിക്ക് അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട്, ഇനി ഫുഡ് റെഡിയായി കഴിയുമ്പോൾ ഞാൻ വിളിക്കാം. അപ്പോൾ വിക്രം പറയാണ് വേദ ഒരു കാര്യം കൂടി, സോറി. അപ്പോൾ വേദ ചോദിക്കുക എന്തിനാ സോറി പറഞ്ഞേ? അപ്പോൾ വിക്രം അത് പിന്നെ ഇന്നലെ ജാമ്യം കിട്ടിയപ്പോൾ ഞാൻ ഓരോന്ന് പറഞ്ഞില്ലേ. അപ്പോൾ വേദ അത് നിങ്ങളല്ലോ പറഞ്ഞേ, ഏതാണ്ട് എന്താ സ്വാമിയുടെ പേര്, നെയ്യാറ്റിൻകര നാരായണ സ്വാമി അല്ലേ? നിങ്ങൾ ഈ പെണ്ണുങ്ങളെ പിൻബുദ്ധി എന്ന് പറഞ്ഞ് കളിയാക്കും. പക്ഷേ ഇങ്ങനെയുള്ള മണ്ടന്മാരുടെ അടുത്ത് ചെന്ന് പെടുന്നത് നിങ്ങൾ ആണുങ്ങൾ തന്നെയാണ്. എന്തൊക്കെയാ പറഞ്ഞത്? എനിക്കും ഈശ്വരവശസ് ഉള്ളതാ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ 2 വട്ടം എൻ്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടും അത് ദൈവ നിശ്ചയാണെന്ന് വിചാരിച്ച് ഞാൻ ഈ വീട്ടിൽ കഴിയുന്നതേ ദൈവം തന്നെ അതിനുള്ള മാർഗം എൻ്റെ മനസ്സിൽ തെളിയിച്ചിട്ട് തന്നെ, അല്ലാതെ കയ്യിൽ ഏലസോ അതും ഇതും കെട്ടി പണം അടച്ചെന്ന് കരുതി നാട്ടുകാരും വീട്ടുകാരും ഒക്കെ നശിക്കും, നിങ്ങൾ നന്നാവും, അങ്ങനെയൊക്കെ പറയുന്ന ദൈവത്തിനെയല്ല ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ വിക്രമ, അതുകൊണ്ട് ഇനി ഇത്തരത്തിലുള്ള വിഡ്ഢിത്തത്തിലൊക്കെ ചെന്ന് ചാടാതിരിക്കുന്നതാ ഏറ്റവും നല്ലത്. പിന്നെ നിങ്ങളിപ്പോൾ വിഷമിച്ചിരിക്കുന്നത് അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചിട്ടാണെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. നന്നായിട്ട് ആലോചിക്കുക, എന്നിട്ട് തിരുത്താൻ ശ്രമിക്കുക. അപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരും. ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് പോകുന്നു. വിക്രം അതിനെ പറ്റിയൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അടുത്തതായിട്ട് കാണിക്കുന്നത് ശ്രീകാന്തിനെ കാണാനായിട്ട് വർഷയുടെ അച്ഛൻ വീട്ടിലേക്ക് വരുന്നു. മുത്തശ്ശി അയാളെ സ്വീകരിച്ചിരുത്തിയിട്ട് ചായ എടുക്കാനായിട്ട് പോകുമ്പോൾ ശ്രീകാന്തും വർഷയുടെ അച്ഛനും കൂടി ഓരോന്നിങ്ങനെ സംസാരിക്കുന്നത് മുത്തശ്ശി ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ്. പക്ഷേ മുത്തശ്ശിക്കൊന്നും കേൾക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ വർഷയുടെ അച്ഛൻ പറയുകയാണ്, അവനെ എന്ത് ചെയ്യാൻ ശ്രമിച്ചാലും നമുക്ക് തന്നെയാണല്ലോ തിരിച്ചടി കിട്ടുന്നത് ഇതിനകത്ത്. അപ്പോൾ ശ്രീകാന്ത് ഈ കേസിൽ വേദ ഇടപെടുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അപ്പോൾ വർഷയുടെ അച്ഛൻ പറയുകയാണ്, അവൾ ഇടപെട്ടത് മാത്രമാണോ, അവളത് തെളിയിച്ചിട്ട് പോലീസിനെ കൊണ്ട് തിരുത്തി വരെ പറയിപ്പിച്ചില്ലേ, അവൻ്റെ നിരപരാധിത്വം തെളിഞ്ഞില്ലേ, ഇനി എന്തെങ്കിലും അവനെതിരെ ചെയ്തേ പറ്റൂ. അങ്ങനെ മുത്തശ്ശിക്ക് ചെറിയ ഡൗട്ടൊക്കെ അടിക്കുന്നുണ്ട്. ഈ സമയം ശങ്കരനാരായണൻ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ പെട്ടെന്ന് രണ്ടുപേരും മിണ്ടായിരിക്കുന്നു. അങ്ങനെ ശങ്കരനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്നൊരു കോള് വർഷയുടെ അച്ഛന് വരുന്നു. വർഷയ്ക്ക് പെയിൻ തുടങ്ങിയെന്ന് പെട്ടെന്ന് ആശുപത്രിയിലേക്ക് വരാനായിട്ട് പറയുന്നു. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ പോകുന്നു. മുത്തശ്ശി വർഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശ്രീകാന്ത് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് റെഡി ആവുന്നു. ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത്. അടുത്ത അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് കാണുന്നവരെ താങ്ക് യു.